നമസ്കാരം. അപ്പൊ ഞാൻ ഇനി ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെ അവർക്ക് പൈസ ഏൺ ചെയ്യാം. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള കുറച്ച് സോഴ്സസിനെ പറ്റിയിട്ടാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആക്ച്വലി ഒരു 3 പാർട്ടാക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു 25,000 മുതൽ 50,000 രൂപ പെർ മന്ത് ഏൺ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വഴികൾ, അതുപോലെ തന്നെ മോഡറേറ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് എടുത്തുകൊണ്ട് 1,00,000 രൂപ ഏൺ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വഴികൾ, അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് കുറെ നേരം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് 5 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെ പെർ മന്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വഴികൾ. അങ്ങനെ 3 കാറ്റഗറിയിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, വീഡിയോ മാക്സിമം ആളുകൾ നിങ്ങൾ ഷെയർ ചെയ്യുക, കാരണം ഒരുപാടധികം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ വീഡിയോയിൽ ഫസ്റ്റ് പാർട്ട്, അതായത് ഈസി ആയിട്ട് 25,000 മുതൽ 50,000 രൂപ വരെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വഴികളെ പറ്റി പറയുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത വഴികളെ പറ്റിയിട്ടാണ് ഞാൻ ആദ്യം ഇവിടെ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത വഴിയാണ് ട്രേഡിംഗ്. കാരണം ഒരുപാടധികം ആൾക്കാർ ഈ ട്രേഡിംഗിലേക്ക് ചെല്ലുകയും ഒരുപാടധികം ലോസ് ഉണ്ടാക്കി വെക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം, പക്ഷേ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരുപാടധികം രീതിയിൽ പൈസ സമ്പാദിക്കാം. ഒരുപാടധികം പൈസ സമ്പാദിച്ചിട്ട് മാത്രം നിങ്ങൾ ട്രേഡിംഗ് ചെയ്യാൻ പോവുക. അല്ലാതെ നിങ്ങൾക്ക് 500-600 രൂപ വെച്ച് ഒരിക്കലും നിങ്ങൾ ട്രേഡിംഗ് ചെയ്യാൻ പോകരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ, നിങ്ങൾക്ക് ഒരു ഗ്രോത്തും ഉണ്ടാവത്തില്ല. അപ്പോ നിങ്ങൾ ട്രേഡിംഗ് ചെയ്യുക. അപ്പൊ ട്രേഡിംഗ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഒരുപാടധികം രീതിയിൽ പൈസ ഏൺ ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. രണ്ടാമത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ക്യാപ്ഷൻ ജനറേഷൻ, സബ്ടൈറ്റിൽ ജനറേഷൻ, ഈ വക കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം ഇതെല്ലാം ഇപ്പൊ AI പവേർഡ് ആയിട്ടുണ്ട്. അപ്പൊ AI വന്നതോടുകൂടി തന്നെ ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ക്യാപ്ഷനും നല്ല രീതിയിലുള്ള സബ്ടൈറ്റിൽ ജനറേഷൻ ഒക്കെ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഈ സ്കിൽസ് വെച്ചിട്ട് ഇനി നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. കുറെ അധികം ആൾക്കാർ പറയുന്ന കേൾക്കാം. ഞാൻ കുറെ അധികം യൂട്യൂബേഴ്സിന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വെച്ച് 5 ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാക്കി, 10 ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാക്കി. പക്ഷേ ഒരു ന്യൂ ആയിട്ട് വരുന്ന ഒരാൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വെച്ച് ഒരുപാടധികം പൈസ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. കാരണം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരുപാടധികം ഫോളോവേഴ്സും അല്ലെങ്കിൽ റീച്ചും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇസ് എ ഗുഡ് ജോബ്. അല്ലെങ്കിൽ നിങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾ ചെയ്യാനായിട്ട് പോകരുത്. കാരണം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് തന്നെ റീച്ച് ഉണ്ടാക്കി, നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം വേണം. ഈ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വിൽ ബി എ ഗുഡ് ജോബ് ഫോർ യു. പക്ഷെ അല്ലാതെ നിങ്ങൾ ഒരിക്കലും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഒരിക്കലും ഒരു ന്യൂബി ആയിട്ടുള്ള ഒരാൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന വെച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ വീഡിയോയിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സോഴ്സസിനെ പറ്റിയിട്ടാണ്. അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഷോർട്ട് ഫോം വീഡിയോ ജനറേഷൻ. അതായത് നമ്മുടെ യൂട്യൂബ് ഷോർട്സ്, ഇൻസ്റ്റഗ്രാം റീൽസ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യുക. ഈ ഒരു സ്കില്ല് വഴി നിങ്ങൾക്ക് ഒരു റീൽ ഞാൻ 1000 മുതൽ 2000 രൂപ വരെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റുകയും ഇത് നിങ്ങൾക്ക് ഒരുപാടധികം രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സോഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 25 റീല് നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ 1000 രൂപ വെച്ച് 25,000 രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇത് നിങ്ങൾക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാം? ആദ്യം നിങ്ങൾ ഇതിന്റെ സ്കിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്? ഈ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ മാസ്റ്റർ ചെയ്യുക. ഒന്ന് നിങ്ങൾ അഡോബ് മാസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഡാവിഞ്ചി റീസോൾവ് മാസ്റ്റർ ചെയ്യുക. അപ്പൊ ഈ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, ഡാവിഞ്ചി റീസോൾവ് അല്ലെങ്കിൽ അഡോബ്, ഇതിനെ മാസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ അത് ഒരുപാടധികം റീൽസ് നിങ്ങൾ കാണുക. നിങ്ങൾ ഒരുപാട് റീൽസ് കാണുക, അങ്ങനെയുള്ള റീൽസ് നിങ്ങൾ എഡിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ തന്നെ കുറെ റീൽസ് പ്രാക്ടീസ് ചെയ്യുക. ഒരു 25-30 റീൽസ് നിങ്ങൾ സ്വയമായിട്ട് തന്നെ എഡിറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. റോ ആയിട്ടുള്ള വീഡിയോസ് എടുക്കുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പലതരത്തിലുള്ള എഡിറ്റിംഗ് സ്റ്റൈൽസും ഫോൺസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈ നിങ്ങളൊരു 25-30 റീൽസ് സ്വന്തമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് വാട്ട് യു ക്യാൻ ഡു ഇസ്, നിങ്ങൾ ഒരു കിടില ഒരു റീൽ നിങ്ങൾ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അത് പോർട്ട്ഫോളിയോ ആക്കി ക്രിയേറ്റ് ചെയ്യുക. ഈ പോർട്ട്ഫോളിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? നോഷൻ പോലെയും Wix.com പോലെയും ഉള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വെബ്സൈറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ആവുകയും നിങ്ങൾക്ക് ബാക്കിയുള്ള ക്രിയേറ്റേഴ്സിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാനും പറ്റും. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ആയിട്ട് 25,000 to 30,000 റുപ്പീസ് നിങ്ങൾക്ക് പെർ മന്ത് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത് വളരെയധികം രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സോഴ്സ് ആണ് നിങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ. കാരണം സ്ക്രിപ്റ്റ് റൈറ്റിംഗിന് തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം 20,000 രൂപ വരെയൊക്കെയാണ് ഒരു സ്ക്രിപ്റ്റിന് പല ആൾക്കാരും കൊടുക്കാൻ റെഡി ആയിട്ടുള്ളത്. അപ്പൊ 20,000 രൂപ വരെയൊക്കെ നിങ്ങൾക്ക് ഒറ്റ സ്ക്രിപ്റ്റിന് കിട്ടും. അപ്പൊ നിങ്ങൾ 2 സ്ക്രിപ്റ്റ് നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് 40,000 റുപ്പീസ് പെർ മന്ത് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? ആദ്യം സ്ക്രിപ്റ്റ്, ഒരു ഗുഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് 3 പാർട്സ് ഉണ്ടായിരിക്കും. അതായത് ഹൂക്ക്, രണ്ടാമത് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് കാണും, മൂന്നാമത് നമുക്ക് കൺക്ലൂഷൻ കാണും. ഹുക്കും ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ കണ്ടന്റും അതുപോലെ തന്നെ കൺക്ലൂഷൻ, ഈ 3 പാർട്ടും അടിപൊളിയായാൽ മാത്രമേ ഒരു വീഡിയോ നന്നായിട്ട് നമുക്ക് അവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പൊ ഈ ഹുക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരിക്കലും വിചാരിക്കരുത് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ChatGPT കൊടുത്താൽ കിട്ടുമല്ലോ. ഒരിക്കലും നമുക്ക് AI കൊണ്ട് നമുക്ക് ഒരിക്കലും ഹ്യൂമൻസ് ജനറേറ്റ് ചെയ്യുന്ന പോലത്തെ സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം
ഐക്ക് നമ്മുടെ ഹ്യൂമൻസിന്റെ അത്ര ഇന്നോവേഷൻസ് ഐഡിയാസും ഇല്ല. ഹ്യൂമൻസ് ഹാവ് എക്സ്പീരിയൻസ്, പക്ഷെ ഈ ഒരു AI എന്ന് പറയുന്ന കാര്യത്തിന് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോ ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ, ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് എന്ന് പറയുമ്പോൾ അതിന് റിസർച്ച് വേണം, അതിന് നല്ലൊരു എക്സ്പീരിയൻസ്, നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വേണം, നമുക്ക് റിസർച്ച് വേണം, മാത്രമല്ല ഒരുപാടധികം കോമ്പിനേഷൻസ് അതിൻ്റെ അകത്ത് വേണം. അപ്പൊ ഇങ്ങനെ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ അതിൽ ആഡ് ചെയ്താൽ മാത്രമേ നല്ലൊരു കണ്ടന്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റൂ. ഇനി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലാണ് നമുക്ക് ഹുക്ക് വേണം. ഈ ഹുക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി വെരി മച്ച് എക്സൈറ്റിംഗ്. നമുക്ക് ഒരുപാട് നിങ്ങൾ അതിശയിപ്പിക്കുന്ന കാര്യമായിരിക്കും ആ ഹുക്ക് എന്ന് പറയുന്നത്. കാരണം ആ ഹുക്ക് ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ വീഡിയോ ഇനി തുടർന്ന് കാണണോ എന്ന് പറയുമ്പോൾ. അപ്പൊ ഏറ്റവും നല്ല ഹുക്കുള്ള ഒരു വീഡിയോയ്ക്ക് മാത്രമേ റീച്ച് കൂടുതൽ കിട്ടൂ. അപ്പൊ ആ ഹുക്കിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഇന്നോവേറ്റീവ് ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് വളരെയധികം രീതിയിൽ നമുക്കൊരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ അവിടെ കൊണ്ടുവരണം. അപ്പൊ ഈ കൺക്ലൂഷനും വീഡിയോയുടെ ഇൻട്രൊഡക്ഷനും കണ്ടന്റിനും അതുപോലെ തന്നെ ഹുക്കിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ എങ്ങനെയാണ് ഒരു നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക? നിങ്ങൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു നിഷ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഫീൽഡ് കണ്ടുപിടിക്കുക. ചില ആൾക്കാർക്ക് ബിസിനസ് ഐഡിയാസ് ആയിരിക്കും, ചില ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ പോയിട്രി ആയിരിക്കും, ചില ആൾക്കാർക്ക് ലിറ്ററേച്ചർ ആയിരിക്കും, ചില ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ അത് സെൽഫ് കെയർ ഗോൾസ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ഹെൽത്ത് കെയർ ആയിരിക്കും. അങ്ങനെ ഓരോ ആൾക്കാർക്കും ഓരോ നിഷ് കാണും. അപ്പൊ ആ ഒരു നിഷ് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ ആ നിഷിൽ നിങ്ങൾ ഒരു 35-40 ടോപ്പിക്സ് എടുക്കുക, നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. വൺസ് യു സ്റ്റാർട്ട് റൈറ്റിംഗ് ഒരു 35-40 സ്ക്രിപ്റ്റ് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾക്ക് അവിടെ സ്ക്രിപ്റ്റ് എഴുതാനുള്ള ഒരു കഴിവുണ്ടാവും. അപ്പൊ നിങ്ങൾ എപ്പോഴും സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, യു ഷുഡ് ഓൾവേസ് ഹാവ് എ ഹുക്ക്, പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ കണ്ടന്റ്, അതുപോലെ തന്നെ യു ഷുഡ് ഓൾവേസ് ഹാവ് എ കൺക്ലൂഷൻ. ഈ 3 കാര്യത്തിൽ നിങ്ങൾ ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം യു ഡെവലപ്പ് യുവർ ഓൺ പോർട്ട്ഫോളിയോ. നിങ്ങൾ എന്നിട്ട് യു ക്യാൻ റീച്ച് ഔട്ട് ടു ക്രിയേറ്റേഴ്സ് ആൻഡ് യു ക്യാൻ റീച്ച് ഔട്ട് ടു പീപ്പിൾ ഹു വാണ്ട് യുവർ കോണ്ടന്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അടുത്തൊരു മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇന്റേൺഷിപ്സ്, ഓൺലൈൻ ഇന്റേൺഷിപ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓൺലൈൻ ഇന്റേൺഷിപ്സ് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഈ ഓൺലൈൻ ഇന്റേൺഷിപ്സ് വഴി നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു 50,000 rupees പെർ മന്ത് ഏൺ ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ തംബ്നെയിൽ ഡിസൈനിങ്. ഈ തംബ്നെയിൽ ഡിസൈനിങ് നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കുക, അയ്യോ ഇത് ആരാണ് ഈ തംബ്നെയിൽ ഡിസൈൻ ചെയ്യാനായിട്ട് ഇത്രയധികം പൈസ കൊടുക്കുന്നത്? ഒരുപാടധികം 10,000 രൂപ വരെ പെർ തംബ്നെയിലിന് കൊടുക്കുന്ന ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും തംബ്നെയിൽ ഡിസൈനിങ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ തംബ്നെയിൽ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ChatGPT അല്ലെങ്കിൽ ഒരു AI മാത്രമല്ല, ഇതിന്റെ അകത്ത് നമുക്ക് കുറേയധികം റിസർച്ച് ചെയ്യാം. ഇറ്റ് ഷുഡ് ബി ഇൻഫോർമേറ്റീവ് ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ഹാവ് എ ലോട്ട് ഓഫ് സൈക്കോളജിക്കൽ കോൺസെപ്റ്റ്. നിങ്ങൾ ഇപ്പൊ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ നമ്മളെ തംബ്നെയിൽ നോക്കിയിട്ടാണ് നമ്മളെ വീഡിയോ ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സൈക്കോളജി നമുക്ക് വേണം. അപ്പോൾ ആ ഒരു സൈക്കോളജി, ഹ്യൂമൻ സൈക്കോളജിയും വേണം, പ്ലസ് നമുക്ക് റിസർച്ച് വേണം. അപ്പൊ ഇത് രണ്ടോട് നമ്മളൊരു കോമ്പിനേഷൻ ആണ് നമുക്ക് ഈ ഒരു നല്ല ഗുഡ് തംബ്നെയിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. സൈക്കോളജിക്കൽ ആസ്പെക്റ്റും അതുപോലെ തന്നെ നമ്മുടെ കണ്ടന്റും രണ്ടോട്, ആ ഒരു സ്കില്ല് രണ്ടോട് നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് നല്ലൊരു തംബ്നെയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നല്ലൊരു തംബ്നെയിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഒരു വീഡിയോയ്ക്ക് തന്നെ അല്ലെങ്കിൽ ഒരു തംബ്നെയിലിൽ തന്നെ നിങ്ങൾക്ക് 10,000 നിങ്ങൾക്ക് ഒരു തംബ്നെയിലിൽ തന്നെ നിങ്ങൾക്ക് 10,000 rupees നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ 4 തംബ്നെയിൽ ഉണ്ടാക്കി തന്നെ 40,000 രൂപ പെർ മന്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ട് ഓഫ് വീഡിയോ, അതായത് നമുക്ക് മോഡറേറ്റ് ആയിട്ട് പണിയെടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യാം. ഈ മോഡറേറ്റ് ആയിട്ട് പണിയെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 4-5 മണിക്കൂറൊക്കെ മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ്, അതായത് മോഷൻ ഗ്രാഫിക്സ്. അപ്പൊ ഈ മോഷൻ ഗ്രാഫിക്സ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബേസിക് സോഫ്റ്റ്വെയർ നിങ്ങൾ പഠിക്കുക, ബേസിക് എഡിറ്റിംഗ് ആപ്പ് നിങ്ങൾ പഠിക്കുക. അതായത് അഡോബും അതുപോലെ തന്നെ നമ്മുടെ ഡാവിൻസി റിസോൾവ് നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അഡോബ് ആഫ്റ്റർ എഫക്ട്സ് നിങ്ങൾ പഠിക്കുക. ഒരു 7 മാസം നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾക്ക് ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ഇതുവഴി നിങ്ങൾക്ക് പെർ മന്ത് തന്നെ 1,00,000 രൂപ വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനും പറ്റുന്നതാണ്. അടുത്ത നമുക്ക് മോഡറേറ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യമാണ് നമുക്ക് വെബ് ഡിസൈനിങ്. അതായത് വെബ് ഡിസൈനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബിസിനസ്സുകാർക്ക് നമുക്ക് വെബ് ഡിസൈനിങ് ചെയ്ത് കൊടുക്കാം. ഈ വെബ് ഡിസൈനിങ് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും AI ക്ലിക്ക് കൊണ്ട് വെബ് ഡിസൈൻ ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. പക്ഷെ എഐക്ക് മാത്രമായിട്ടൊരു വെബ് ഡിസൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഓൾവേസ് ഒരു മനുഷ്യന്റെ ഒരു ഹെൽപ്പ് അവിടെ വേണം. കാരണം ഒരു മനുഷ്യന് മാത്രമേ അതിനകത്തുള്ള ഫൈനൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എപ്പോഴും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു വെബ് ഡിസൈനിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൾവേസ് യു വിൽ ബി ഇൻ ഗ്രേറ്റ് ഡിമാൻഡ്. ഇത് നിങ്ങൾക്ക് മോഡറേറ്റ് ആയിട്ട് പണിയെടുത്ത് നിങ്ങൾക്ക് മാക്സിമം ഒരു 1 lakh വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ. അതായത് നിങ്ങൾക്കുള്ള സ്കിൽസ് നിങ്ങൾ വിൽക്കുക, ഉള്ള സ്കിൽസ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഹാർഡായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്കൈ ഇസ് ദ ലിമിറ്റ്. പക്ഷെ അല്ല, നിങ്ങൾക്ക് ഇപ്പൊ മോഡറേറ്റ് ആയിട്ട് നിങ്ങൾ പണിയെടുക്കേണ്ട ഒരു ദിവസം ഒരു 3-4 മണിക്കൂർ മാറ്റി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 1,00,000 രൂപ വരെ പെർ മന്ത് ഏൺ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു മെത്തേഡാണ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ.
ടീച്ചിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും ഒരു സബ്ജക്ട് ഫിസിക്സ് കെമിസ്ട്രി പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ടീച്ച് മെനി സ്റ്റുഡൻസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഗ്രാഫിക് ഡിസൈനിങ് പഠിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പഠിപ്പിക്കാം. പക്ഷേ ബിഫോർ ദാറ്റ് യു ഹാവ് ടു ബിൽഡ് എ പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക, നല്ലൊരു CV ഉണ്ടാക്കി എടുക്കുക, ഒരുപാടധികം ആൾക്കാരിൽ നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യുക, ഒരുപാടധികം കണക്ഷൻസ് ഉണ്ടാക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാടധികം ആൾക്കാരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും. അടുത്തൊരു മെത്തേഡാണ് ഗ്രാഫിക് ഡിസൈനിങ്. നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ് ചെയ്തും ഒരുപാടധികം പൈസ, നിങ്ങൾക്ക് 1 lakh rupees പെർ മന്ത് വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗ്രാഫിക് ഡിസൈനിങ്. ഇനി നമുക്ക് ഹാർഡായിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം. ഈ ഒരു കാര്യം ഒന്നാമത്തെ മെത്തേഡാണ് കണ്ടന്റ് ക്രിയേഷൻ. ഈ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ടഫസ്റ്റ് ആയിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ ലുക്രേറ്റീവ് ആയിട്ടും ഏറ്റവും കൂടുതൽ പാടും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് നമ്മുടെ കണ്ടന്റ് ക്രിയേഷൻ, പേഴ്സണൽ ബ്രാൻഡിങ്. ആക്ച്വലി കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. അപ്പോൾ ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ നമുക്ക് യൂട്യൂബിൽ ചെയ്യാം, ഇൻസ്റ്റഗ്രാമിൽ ചെയ്യാം, ലിങ്ക്ഡ്ഇനിൽ ചെയ്യാം. ഏറ്റവും എളുപ്പം ലിങ്ക്ഡ്ഇനിൽ ചെയ്യാനാണ്. സെക്കൻഡ് ഏറ്റവും എളുപ്പം ഇൻസ്റ്റഗ്രാമിലാണ്. ഏറ്റവും ടഫ് എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ ചെയ്യാനാണ്. യൂട്യൂബിൽ നിങ്ങൾക്ക് ലോങ് വീഡിയോസ് ചെയ്യുന്നത് വഴി ഒരുപാടധികം ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു 3 പ്ലാറ്റ്ഫോമിൽ ഏതിൽ വേണമെങ്കിലും അല്ലെങ്കിൽ എല്ലാത്തിനും നിങ്ങൾക്ക് കണ്ടന്റ് ജനറേറ്റ് ചെയ്യാം. ഈവൻ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കണ്ടന്റ് ജനറേറ്റ് ചെയ്യാം. ഈ കണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഒരുപാടധികം ഇൻകം കിട്ടും. പക്ഷേ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ആക്ച്വലി നിങ്ങൾ ഒരു വർഷം നിങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏർണിംഗ്സ് കിട്ടുന്നത് മിക്കവാറും 2ാമത്തെ വർഷം മുതലായിരിക്കും. ഇനി നല്ല കാണാനായിട്ട് നല്ല ഫെയർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ ഹെർ ടു ജനറേറ്റ് ഇൻകം ത്രൂ യൂട്യൂബ്. കാരണം ഒരുപാടധികം ആൾക്കാർ ഈ പെൺകുട്ടിയെ കാണാനായിട്ട് ആ യൂട്യൂബ് കാണും. അങ്ങനെ ഇൻകം ജനറേറ്റ് ആവും. ഇനി അടുത്തൊരു ആൺകുട്ടിക്ക് കുറെ 6 പാക്ക് അല്ലെങ്കിൽ മസിലൊക്കെ ഉള്ള ഒരു ആൺകുട്ടിയാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ ആ ആൺകുട്ടിയെ കാണാനായിട്ട് കുറെ അധികം ആൾക്കാർ വന്നിട്ട് അങ്ങനെ ഇൻകം ജനറേറ്റ് ആവും. പക്ഷെ അല്ല, നോർമൽ ആയിട്ട് ഒരാൾക്ക് ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് വേണമെങ്കിൽ കണ്ടന്റ് ജനറേറ്റ്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഫിസിക്കലി അവർക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് കാണും. പക്ഷെ എവറി പേഴ്സൺ ഈസ് ഹാവിംഗ് ആൻ ആഡഡ് അഡ്വാൻറ്റേജ്. നിങ്ങൾ ആ ഒരു അഡ്വാൻറ്റേജ്, നിങ്ങളുടെ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കുക, യു സെൽ ദാറ്റ്, അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക, അത് നിങ്ങൾ ഷോക്കേസ് ചെയ്തിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും വിചാരിക്കരുത് അയ്യോ ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ സക്സസ്ഫുൾ ആവാവൂ എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആക്ച്വലി നിങ്ങൾക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കാണും. You find out that and then you work upon that and you showcase that. അങ്ങനെ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത് നമ്മൾ ഈ കണ്ടന്റ് ക്രിയേഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. നിങ്ങളിപ്പോ ചാനലിൽ നിങ്ങൾ ഒരു വർഷം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എവറി വീക്ക് യു പോസ്റ്റ് വീഡിയോസ്, എന്നാൽ മാത്രമേ മൾട്ടിപ്പിൾ വീഡിയോസ് നിങ്ങൾ പെർ വീക്ക് നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ ഒരു വർഷം നിങ്ങൾ ഫുള്ളി നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ യു വിൽ ജനറേറ്റ് ഇൻകം. സെക്കൻഡ് ഇയർ മുതലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ചാനൽസിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ആവുന്നതോ. സോ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ഒരു 3-4 വർഷം എടുത്താൽ മാത്രമേ നിങ്ങളുടെ ചാനൽ എസ്റ്റാബ്ലിഷ് ആവും. ആൻഡ് ദെൻ സ്കൈ ഇസ് ദ ലിമിറ്റ്. നമുക്ക് ഹാർഡായിട്ട് നിങ്ങൾ ഒരുപാടധികം പണിയെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന, സ്കൈ ഇസ് ദ ലിമിറ്റ് പോലത്തെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ് ആണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ. സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ IIT-ലും IIM-ലും ബിറ്റ്സ് പ്ലാനിലൊക്കെ പഠിക്കുന്ന കുട്ടിക്ക് ഇറ്റ് ഇസ് വെരി ഈസി ഫോർ ദം ടു റേസ് ഫണ്ട്സ്. അപ്പം അവർക്ക് സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ വളരെയധികം എളുപ്പമാണ്. പക്ഷെ നോർമൽ ആയിട്ട് ഒരാൾക്കാണെങ്കിലും സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാം. പക്ഷെ ഓൾവേസ് യു ഹാവ് ടു റിമെമ്പർ, നിങ്ങൾക്കുള്ള യുണീക്ക് ഐഡിയ. എല്ലാ ആൾക്കാരും സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത് ബിക്കോസ് ദേ വിൽ ഓൾവേസ് തിങ്ക് എനിക്കൊരു യുണീക്ക് ഐഡിയ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, യുണീക്ക് ഐഡിയയിലല്ല കാര്യം. ഇറ്റ് ഇസ് ഓൾ അബൌട്ട് എക്സിക്യൂഷൻ. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഐഡിയ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ദാറ്റ് ഇസ് വാട്ട് ഇസ് ഗോയിങ് ടു ക്രിയേറ്റ് ദ റിയൽ ചേഞ്ച്. അപ്പൊ മാക്സിമം നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ സോളിഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ, സോളിഡ് ആയിട്ടുള്ള ഒരു എക്സിക്യൂഷൻ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ടപ്പിൽ വേണ്ടത്. അല്ല നിങ്ങൾ ഒരിക്കലും നിങ്ങളൊരു യുണീക്ക് ഐഡിയക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യാതിരിക്കുക. ഇനി അടുത്ത് ഞാൻ പറഞ്ഞതാണ് നമുക്ക് ടീച്ചിങ് എന്ന് പറയുമ്പോൾ സ്കൈ ഇസ് ദ ലിമിറ്റ്. നിങ്ങൾക്ക് എങ്ങനെ രീതിയിൽ ഈസി ആയിട്ട്, മോഡറേറ്റ് ആയിട്ട്, ഹാർഡ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ, ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ് ആണ് യു കെൻ സെൽ യുവർ സ്കിൽസ്. ടീച്ചിങ് സ്കിൽസ് വളരെയധികം രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ് ആണ്. നിങ്ങൾ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് വെരി ഈസി ഫോർ യു ടു റീച്ച് ഔട്ട് ടു മില്യൺസ് ഓഫ് പീപ്പിൾ. അതുകൊണ്ട് അങ്ങനെ നിങ്ങളൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ആണെങ്കിൽ ഇറ്റ് ഇസ് വെരി വെരി ഗുഡ്. നിങ്ങൾക്ക് സ്കൈ ഇസ് ദ ലിമിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ടീച്ചിങ് സ്കിൽ ഉണ്ടാക്കി എടുക്കുക. നിങ്ങൾക്ക് ഉള്ള കഴിവിനെ നിങ്ങൾ സെൽ ചെയ്യാനായിട്ട് പഠിക്കുക. സോ ഞാൻ ഈ പറഞ്ഞ സ്കിൽസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാടധികം ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കോളേജിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാടധികം ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മാർഗങ്ങളെ ക്ലാസിഫൈ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മാക്സിമം ആളുകളിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാടധികം ആൾക്കാർക്ക് ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഇത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. Till then, it's me, Pranav P. Nair, signing off. Bye bye.